ഹലോ ഗൈസ്, ഞാൻ ഗൈഡിങ്ങിൻ്റെ ക്യാപ്റ്റൻസിനുള്ള കോഴ്സിന് പോയേക്കായിരുന്നു. ഞങ്ങളെ പഠിപ്പിച്ച റീജ ടീച്ചറാണ്. എന്നിട്ട് ഞങ്ങൾക്ക് ഈ കഞ്ഞിയും പയറും വെക്കുന്നതല്ല നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊള്ളി ഞങ്ങളുടെ അടുത്ത് പുഴുങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുപ്പാണെങ്കിൽ കത്തുന്നുണ്ടായിരുന്നില്ല, ആകെ പുകഞ്ഞ് മാത്രം ഇരിക്കുന്ന അടുപ്പായിരുന്നു. കത്തി കത്തി കത്തിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരുടെ അടുത്തേക്ക് വേണ്ടി നോക്കാനൊക്കെ പോയി. ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മുതൽ നോക്കി അടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അടുത്ത ഓരോ അടുപ്പിലേക്കും ഞങ്ങളിങ്ങനെ പോകും. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലിടുക നിങ്ങൾ വിചാരിക്കും, അല്ല, ഇത് കുരിയച്ചിറ പൊങ്കാലയാണ്. കുരിയച്ചിറയിൽ ഗൈഡ് ക്യാപ്റ്റൻസ് ഉണ്ടാക്കുന്ന കൊള്ളികളുടെ ഒരു പൊങ്കാല. അപ്പോൾ അതിൽ ഓരോരുത്തരും അടുപ്പ് വെച്ച് ഇതേ കത്തിക്കാൻ നോക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞി അടുപ്പായ കാരണം ഞങ്ങളുടെ കത്തി പക്ഷെ വേവാനൊക്കെ സമയമൊക്കെ എടുത്തു. ഞങ്ങളുടെ കൊള്ളി തീ കട്ടെടുത്ത് കൊണ്ടുപോകുന്നു. ചോദിച്ചു ഞങ്ങൾ പാത്രസിസ്റ്റത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരുടെയും നല്ലൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഗൈഡ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് അരി നോക്കാണ്ടിരുന്ന് അരിയുന്നുണ്ട്. അതുപോലെ ഒരാൾ കഴിക്കുന്നു, അതൊപ്പം തീ കത്തിക്കുന്നു. അങ്ങനെ ലെവലിലാണ് ഇപ്പോൾ പോകുന്നുണ്ടായിരുന്നത്. എല്ലാവരും അവരവരുടെ ആ ഒരു പ്രവൃത്തികളിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരുടെയും കൊള്ളി നന്നാവണം എന്നുള്ളൊരു ലെവലെല്ലാവരും നല്ല ആഘോഷത്തിലും നല്ല സന്തോഷത്തിലും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുക മാത്രമാണോ എന്ന് വെച്ചാൽ വിചാരിക്കും. അല്ല, ഞാൻ സവാള കഴിഞ്ഞിട്ടാണ് മാത്രം വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുപ്പ് കത്തിയതിൻ്റെ വേറെ ഫോട്ടോ ഒന്നും കൂടി ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വളരെ കഷ്ടപ്പെട്ടാണ് കത്തിയത്. ഇത് രാത്രി ഞങ്ങൾ സവാളയും കൊണ്ട് പോകുന്ന ചിത്രമാണ്. കുറേ ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ നിലനിൽക്കണം എന്നുള്ളൊരു ചിലപ്പോൾ കോൺസെപ്റ്റിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുപ്പ് കത്തിയതിൻ്റെയാണ് നിങ്ങൾ കാണുന്നത്. രാത്രി ആരുടെ മുഖം വലിയ കാര്യത്തിൽ കാണാൻ പറ്റില്ല, ആ കൂടി അടുപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കുറേ നേരം വെയിറ്റ് ചെയ്തുള്ളൂ. ടീച്ചറൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അതിന് വേണ്ടി സ്പെഷ്യൽ പാത്രമൊക്കെ മേടിച്ചു. അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ ദേവുവാണ് ഞങ്ങളുടെ വേദിക്ക. ദേവുവിന് ഞാൻ വിളിച്ചിട്ട് കളിയാക്കിയാണ് പൊടിയെന്ന് പറഞ്ഞാൽ കളിയാക്കണവള്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇത്രയും നാൾ കുറച്ച് ദിവസങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും അവരവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് അത്രയും ബെസ്റ്റാക്കാനായിട്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ആൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മളടുത്ത് അതായത് ഒന്നിനും ബാക്ക്വേർഡ് ആവാണ്ട് എല്ലാ കാര്യത്തിലും വന്നിട്ട് നമ്മളുടെ ഒപ്പം തന്നെ ആളുടെ താല്പര്യപ്രകാരം തന്നെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് കുറച്ച് ഐറ്റംസ് കൊണ്ട് ഞങ്ങളത് ഒപ്പിച്ചു. ഇത് മൊത്തം ഞങ്ങൾ ഇത്രയും സമയം ചിലവഴിച്ച ആ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞങ്ങളുടെ പെട്രോൾ ടീം എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. നല്ല സന്തോഷത്തോടു കൂടി ഞങ്ങൾ ആ ദിവസം ഗീത മിസ് ഇതോടുകൂടി അവസാനിച്ചു.